ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. IPL ISL മാതൃകയിൽ സംസ്ഥാനത്ത് ആദ്യമായി ജൂനിയർ ബാഡ്മിന്റൺ ലീഗ് കോഴിക്കോട്ട് അരങ്ങേറുകയാണ്. ഈ രംഗത്തെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഈ ഉദ്യമത്തിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ലോഗോ പ്രകാശനം തന്നെ ചരിത്ര സംഭവമാക്കിയായിരുന്നു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് AITUC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് J. ഉദയഭാനു. AITUC നേതൃത്വത്തിലുള്ള രാപ്പകൽ സത്യാഗ്രഹത്തിന് തുടക്കമായി. ഹിന്ദി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വിനിമയ ഭാഷയാണെന്ന് ഡോക്ടർ സുനിത ദേവി യാദവ്. രാജ്യഭാഷാ സെമിനാർ കോഴിക്കോട്ട്. കാർഷിക മേഖലയിൽ ഒത്തൊരുമ ഇല്ലാത്തതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് MT പത്മ. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോഴിക്കോട് ജില്ലയിലെ സമര പോരാളികൾ ഒറ്റക്കെട്ടായി ജനകീയ പ്രതിരോധത്തിൽ പങ്കാളികളായി. കണ്ണൂർ ജില്ലാ അതിർത്തിയായ പൂഴിത്തല മുതൽ മലപ്പുറം ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടി വരെയുള്ള 80.3 കിലോമീറ്റർ ദൂരത്തിലാണ് ജില്ലയിലെ പ്രവർത്തകർ അണിചേർന്നത്. രാഷ്ട്രീയ സംഘടന രംഗത്തുള്ളവർക്ക് പുറമെ സാമൂഹിക, സാംസ്കാരിക, കലാ, കായിക രംഗത്തുള്ളവരും ജനകീയ പ്രതിരോധത്തിൽ കണ്ണികളായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജില്ലയിലെ സമര പോരാളികൾ ചൊവ്വാഴ്ച ഒറ്റക്കെട്ടായി. ഒരേ മനസ്സോടെ ജനകീയ പ്രതിരോധത്തിൽ കണ്ണികളായി. 80 കിലോമീറ്റർ നീളത്തിൽ 2.5 ലക്ഷം പേർ അണിനിരന്ന പ്രതിരോധം കോഴിക്കോടിന്റെ ചരിത്രഭൂമിയിൽ പുതിയ അധ്യായങ്ങളാണ് രചിച്ചത്. അഴിമതിക്കും വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയുള്ള പ്രതിഷേധം പ്രക്ഷോഭത്തിൽ അലയടിച്ചു. കണ്ണൂർ ജില്ലാ അതിർത്തിയായ പൂഴിത്തല മുതൽ മലപ്പുറം ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടി വരെയാണ് ജില്ലയിലുള്ളവർ അണിനിരന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി വടകരയിലും കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MLA, ജില്ലാ സെക്രട്ടറി P. മോഹനൻ എന്നിവർ കോഴിക്കോട് നഗരത്തിലും പങ്കെടുത്തു. ഇതിനു പുറമെ സാമൂഹിക, സാംസ്കാരിക, കലാ, കായിക രംഗത്തുള്ളവരും IT രംഗത്തുള്ളവരും അണിചേർന്നു. സാംസ്കാരിക പ്രവർത്തകർ കോഴിക്കോട് പ്രസ് ക്ലബിന് മുൻപിലാണ് പ്രതിരോധ ശൃംഖലയിൽ അണിചേർന്നത്. രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഈ സമരത്തിൽ ഉയർത്തുന്നത്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ, അതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ അങ്ങേയറ്റം ജനവിരുദ്ധമായ, ജനങ്ങളെ ജീവിത പ്രയാസത്തിലേക്ക് തള്ളിയ ഗവൺമെന്റ് നടപടികൾ. BJP തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറഞ്ഞിരുന്നത് പുതിയ ഗവൺമെന്റ് വന്നാൽ വികസനം വരും, നല്ല ഭരണം വരും, ജനങ്ങൾക്ക് നല്ല ദിവസങ്ങൾ വരാൻ പോകുന്നു. ഇതൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ. ഇന്ത്യയിലും വിദേശത്തുമുള്ള വൻകിട കോർപ്പറേറ്റുകളാണ് BJP അധികാരത്തിൽ കൊണ്ടുവരാൻ പണവും പ്രചരണവും എല്ലാം നടത്തിയത്. പണം ചെലവഴിച്ച് പ്രചരണം നടത്തി. അവർക്ക് വേണ്ടത് മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച നവ ഉദാരവൽക്കരണ നയങ്ങൾ ശീഘ്രഗതിയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാവുകയാണ്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഇടതുപക്ഷങ്ങളെ ദുർബലമാക്കാൻ അവരെല്ലാം ഒറ്റക്കെട്ടായി. ഹിന്ദി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വിനിമയ ഭാഷയാണെന്ന് റീജിയണൽ ഇംപ്ലിമെന്റേഷൻ ഓഫീസ് ഡയറക്ടർ ഡോക്ടർ സുനിത ദേവി യാദവ് പറഞ്ഞു. നഗര ഔദ്യോഗിക ഭാഷാ കാര്യനിർവഹണ സമിതിയുടെയും SBTയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന രാജ്യഭാഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഹിന്ദി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വിനിമയ ഭാഷയാണെന്ന് റീജിയണൽ ഇംപ്ലിമെന്റേഷൻ ഓഫീസ് ഡയറക്ടർ ഡോക്ടർ സുനിത ദേവി യാദവ് പറഞ്ഞു. നഗര ഔദ്യോഗിക ഭാഷാ കാര്യനിർവഹണ സമിതിയുടെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാജഭാഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
നമ്മൾ ഒരു ഭാഷയോടും വിരോധമുള്ളവരല്ല. എല്ലാ ഭാഷകളും അതത് സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ്. ഇവ മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതിന് സമമാണ്. മാതൃഭാഷയും ദേശീയ ഭാഷയും മനസ്സിലാക്കുന്നതോടൊപ്പം ലോകഭാഷയായ ആംഗലേയ ഭാഷയും അറിയേണ്ടതുണ്ട്. മാതൃഭാഷ സ്വായത്തമാക്കുന്നതോടൊപ്പം വിനിമയ ഭാഷയായ രാഷ്ട്രഭാഷയുടെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും സുനിത ദേവി യാദവ് കൂട്ടിച്ചേർത്തു. भारत की सभी विकसित भाषाएं हैं। 8वीं अनुसूची में 22 भाषाओं का स्थान है। इन भाषाओं को जिनकी ये मातृभाषा है वो पहले अपनी मातृभाषाएं सीखे, दूसरी अपनी हिंदी, क्योंकि हमारी ये राष्ट्रभाषा, राजभाषा, संपर्क भाषा है। हिंदी अब हमारे देश की सबसे शक्तिशाली संपर्क भाषा है। अंग्रेजी बहुत कम लोग जानते हैं, ठीक है, और हिंदी केवल प्रोत्साहन और प्यार यानी सद्भाव की भाषा अंग्रेजी ही है। കോഴിക്കോട് മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ SBT ജനറൽ മാനേജർ M. ഭുവനേന്ദ്ര ടാഗോർ അധ്യക്ഷനായിരുന്നു. നഗര ഔദ്യോഗിക ഭാഷാ കാര്യനിർവഹണ സമിതി സെക്രട്ടറി K. രവി, ഡോക്ടർ D. രാധികാദേവി, C. മൃദുല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാർഷിക മേഖലയിൽ ഒത്തൊരുമ ഇല്ലാത്തതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് MT പത്മ എർത്ത് കെയർ ഫൌണ്ടേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ടൌൺഹാളിൽ നടന്ന വിത്ത് മുതൽ വിപണി വരെ ശുദ്ധി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. ജനങ്ങൾ ദൃഢപ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ വിഷരഹിത കാർഷിക വിഭവങ്ങൾ എല്ലാവർക്കും ലഭ്യമാവുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് MT പത്മ എർത്ത് കെയർ ഫൌണ്ടേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിത്ത് മുതൽ വിപണി വരെ ശുദ്ധി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ. നമ്മൾ വിഷലിപ്തമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ധാന്യങ്ങളും ഒക്കെ തന്നെ സ്വന്തം ലാഭത്തിന് വേണ്ടി കർഷകരെ ഉൽപ്പാദിപ്പിക്കുന്നവരെ ലാഭം കൊയ്യുന്നതിന് വേണ്ടി കൃഷി ചെയ്യുകയാണ്. അത് വിറ്റിൽ കിട്ടുന്ന ലാഭം അത് ഉപയോഗിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ നഷ്ടം വരുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പരിപാടിയിൽ എർത്ത് കെയർ ഫൌണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാൻ PV കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വിഷപ്പച്ചക്കറികൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും നാടൻ പശുവിന്റെ പ്രത്യേകതകളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ അത്തോളിയിലെ മാണിക്യത്തെ കാണാൻ അവസരം ലഭിക്കുമെന്നതാണ് പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത. ഡോക്ടർ ശുദ്ധോനനൻ, വെറ്റിനറി ഡോക്ടർ V. പ്രിയ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം പ്രതിസന്ധി നേരിടുകയാണെന്ന് AITUC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് J. ഉദയഭാനു. കള്ളുചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലാ ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC നടത്തിയ രാപ്പകൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളുചെത്ത് വ്യവസായം സംരക്ഷിക്കുക, പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി പ്രവർത്തനം കാര്യക്ഷമമാക്കുക, കള്ള് വ്യവസായം ടോഡി ബോർഡിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഓഗസ്റ്റ് 11-12 തീയതികളിൽ AITUC നേതൃത്വത്തിലുള്ള ചെത്ത് തൊഴിലാളികൾ സംസ്ഥാനത്ത് 5 കേന്ദ്രങ്ങളിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി പരിസരത്താണ് സമരം നടക്കുന്നത്. 11 രാവിലെ 11 മണിക്ക് ആരംഭിച്ച സമരം AITUC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് J. ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം ഇന്ന് വളരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കയർ വ്യവസായം എടുത്താലും, കശുവണ്ടി വ്യവസായം എടുത്താലും, തോട്ടം മേഖല എടുത്താലും, കൈത്തറി എടുത്തു പരിശോധിച്ചാലും, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ചെത്തു വ്യവസായം, ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. 12 വൈകിട്ട് 5 മണിക്കാണ് സത്യാഗ്രഹം അവസാനിക്കുന്നത്. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. EC സതീശൻ, SG സുകുമാരൻ, PK നാസർ, അബ്ബാസ് മേലാത്ത്, അഡ്വക്കേറ്റ് സുനിൽ മോഹൻ, P. സുഗതൻ എന്നിവർ സംസാരിച്ചു. തനത് വ്യവസായം എന്ന നിലയിൽ മറ്റ് ആശ്രയങ്ങളില്ലാതെ തികച്ചും തൊഴിലാളികളുടെ അധ്വാനത്തിൽ അധിഷ്ഠിതമായ ഈ വ്യവസായത്തെ സംരക്ഷിക്കുവാനോ തൊഴിലെടുക്കുന്നവർക്ക് ഇതര മേഖലയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നതിനോ മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഒന്നു തന്നെ ചെയ്തിട്ടില്ല. നീരയ്ക്ക് ഇന്ന് നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം നിഷേധിക്കപ്പെട്ട ഒരു സംരംഭമാണ് കള്ളിച്ചെത്ത് വ്യവസായമെന്ന് ബോധ്യപ്പെടും. ഈ വ്യവസായത്തെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം ഉദയഭാനു കമ്മീഷൻ വളരെ പ്രാധാന്യത്തോടെ വ്യക്തമാക്കിയതാണ്. പിന്നീട് വന്ന ഒട്ടേറെ കമ്മീഷനുകളുടെ നിഗമനങ്ങളും ഈ വ്യവസായത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇവയൊന്നും നടപ്പിലാക്കുവാൻ സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഫെഡറേഷൻ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകളിൽ ഇടവേള.
മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വോച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. ഖാദി ഓണമേള 2015. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം. കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം. രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്. മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത പുരോഗതി ലക്ഷ്യമാക്കി ഉന്നതമായ പ്രവർത്തനം നടത്തിവന്ന മഹാത്മാവായിരുന്നു കെ ഔക്കാദർ കുട്ടി നഹ എന്ന് ഇ അഹമ്മദ് MP. മുൻ ഉപമുഖ്യമന്ത്രിയും മലബാറിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയുമായിരുന്നു അദ്ദേഹമെന്നും ഇ അഹമ്മദ് അനുസ്മരിച്ചു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കെ ഔക്കാദർ കുട്ടി നെഹയെ കുറിച്ച് പ്രസിദ്ധീകരിച്ച അറിവ് നിറവ് പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇ അഹമ്മദ് MP. 30 വർഷത്തോളം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും നിരവധി വർഷം MLAയും തുടർന്ന് ഉപമുഖ്യമന്ത്രിയും വരെ ആയ വ്യക്തിത്വമായിരുന്നു കെ ഔക്കാദർ കുട്ടി നഹ. കെ ഔക്കാദർ കുട്ടി നഹയുടെ ചരമദിനമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥം പുറത്തിറക്കി അവിസ്മരണീയമാക്കി മാറ്റിയത്. തന്റെ സാമുദായിക അംഗങ്ങൾക്കും മറ്റുള്ളവർക്കുമൊപ്പം നിരവധി പുരോഗമനപരമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. രാഷ്ട്രീയക്കാർക്കൊപ്പം ശത്രുതയില്ലാതെ പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞെന്ന് ചടങ്ങിൽ അനുസ്മരിച്ചു. CH മുഹമ്മദ് കോയയും ഔക്കാദർ കുട്ടി നെഹയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക വഴി മുസ്ലിം ലീഗിന് ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞതായും ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ പറഞ്ഞു. പുസ്തക പ്രകാശനം ഇ അഹമ്മദ് MP കഥാകാരി KP സുധീരയ്ക്ക് നൽകി നിർവഹിച്ചു. സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത പുരോഗതി ലക്ഷ്യമാക്കി ഉന്നതമായ പ്രവർത്തനം നടത്തിവന്ന മഹാത്മാവായിരുന്നു കെ ഔക്കാദർ കുട്ടി നഹ എന്ന് ഇ അഹമ്മദ് MP പറഞ്ഞു. രാഷ്ട്രീയത മാത്രമല്ല, എന്നെപ്പോലുള്ളവർക്ക് രാഷ്ട്രീയമായ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു. നമ്മുടെ പാർട്ടിയിൽ ഇടക്കാലത്തുണ്ടായിരുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MR തമ്പാൻ അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥിയായി മന്ത്രി PK അബ്ദുറബ്ബ് പങ്കെടുത്തു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ K കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ PMS സലാം, അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, പ്രതാപൻ തായാട്ട്, കല്ലടി മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുസ്തക രചയിതാവ് ഇക്ബാൽ കല്ലുങ്ങൽ മറുപടി പ്രസംഗം നടത്തി. ഈ വർഷത്തെ കർക്കിടക വാവുബലി തർപ്പണം ഓഗസ്റ്റ് 14 പുലർച്ചെ 3 മണി മുതൽ ആരംഭിക്കുമെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ പറഞ്ഞു. ശാക്തേയ പൂജ 14 രാത്രിയിലാണ് ചെയ്യേണ്ടത്. യഥാസമയത്ത് ചെയ്താൽ മാത്രമേ ബലിതർപ്പണത്തിന്റെ ഗുണഫലം ലഭിക്കുകയുള്ളൂ എന്നും മോഹൻദാസ് പണിക്കർ പറഞ്ഞു. ബലിതർപ്പണത്തിന്റെ ഗുണഫലം കിട്ടണമെങ്കിൽ അമാവാസി ദിവസം തന്നെ തർപ്പണം ചെയ്യണം. ആഗസ്റ്റ് 14 അമാവാസിയുള്ളതെന്നും അന്നേ ദിവസം അസ്തമിച്ച് 1 മണിക്കൂറും 40 മിനിറ്റും വരെ അമാവാസി നിലനിൽക്കുന്നതായും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അന്ത്യയാമത്തില് 14 തീയതി പുലർച്ചെ 3 മണി മുതൽ പ്രാതകാലം എന്ന് പറയുന്നത് 10 മണി വരെയാണ്. അതിനുള്ളിൽ ബലിതർപ്പണം ചെയ്യണം. അന്ന് രാത്രിയെ ശാക്തേയ പൂജ ചെയ്യാൻ പാടുള്ളൂ. പ്രേതങ്ങൾക്ക് അകത്ത് വെച്ച് ധാർമ്മികമായിട്ടുള്ള പൂജയുണ്ട്. അത് 14 തീയതി രാത്രി പാടുള്ളൂ. ഇത് 13 തീയതി ഉച്ചയാവുകയും തുടങ്ങുക ബലിതർപ്പണം. 4,000 പണം വാങ്ങുക.
ആ രീതി വളരെ തെറ്റാണ്. ആഗസ്റ്റ് 13 രാത്രിയിൽ അസ്തമനത്തിന് ശേഷം 6 മണി 53 മിനിറ്റ് മുതൽ അമാവാസി തുടങ്ങുന്നുണ്ട്. ബലിതർപ്പണം അതുമുതൽ ആരംഭിക്കാമെങ്കിലും 14 പുലർച്ചെ 3 മണി മുതൽ പ്രാതകാലമായ രാവിലെ 10 മണി മുതൽ ചെയ്യുന്നതായിരിക്കും ഉത്തമമെന്നും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. ഭിന്നമതസ്ഥരായ മന്ത്രിമാർ ഉന്നതന്മാരാണെങ്കിലും മഹാക്ഷേത്രങ്ങളായ ഗുരുവായൂർ, ശബരിമല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവയിലെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്നും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇവിടെ ഒരു ദേവാലയത്തില് ഓരോരാൾക്കും അവരുടെ നോമിനിയാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ, കമല പണിക്കർ, ബേപ്പൂർ TK മുരളീധരൻ പണിക്കർ, മനോഹരൻ തന്ത്രി തുടങ്ങിയവർ സംബന്ധിച്ചു. കൊയിലാണ്ടി കോമത്തുകരയിൽ വീണ്ടും മോഷണ ശ്രമം. കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സന ഹൌസിൽ ബഷീറിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. കൊയിലാണ്ടി കോമത്തുകര സന ഹൌസിൽ ബഷീറിന്റെ വീട്ടിലാണ് കവർച്ചാ ശ്രമം നടന്നത്. മുൻഭാഗത്തെ വാതിലും പിറകുവശത്തെ ജനലും തകർത്താണ് മോഷണ ശ്രമം. വീട്ടിൽ ആൾതാമസമില്ലെന്ന് മനസ്സിലാക്കിയാണ് കവർച്ച നടത്തിയതെന്ന് വീട്ടുടമ പറയുന്നു. അറിഞ്ഞുകൊണ്ട് ഇവിടെ ആളില്ല എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. ഇവിടെ ആളില്ലാത്തതിനെ കൊണ്ട് വലിയ അപകടം ഒഴിവായി. പിന്നെന്ന് വെച്ചാൽ ഉള്ള വീട്ടിലുള്ള ആൾക്കാർ തന്നെ അത് ആ സമയത്ത് അറിഞ്ഞതിനെ കൊണ്ട് സമീപമായി ഇടപെട്ടതിനെ കൊണ്ട് അതുപോലെ തന്നെ കുറെ വലിയൊരു കവർച്ച ഒഴിവായി. കുറെ ചെറിയ നാശനഷ്ടങ്ങളും കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നാട്ടുകാരൊക്കെ ഒന്ന് ഉണർന്നിരിക്കുന്നത് നല്ലതാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്നതല്ല. അതുകൊണ്ട് പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പോലീസിന്റെ പെട്രോളിങ്ങും അതുപോലെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ പെട്രോളിങ്ങും അത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിറകുവശത്തെ ജനൽ ഗ്ലാസുകൾ തകർക്കുകയും കമ്പികൾ പകുതി ഭാഗം മുറിക്കുകയും ചെയ്ത നിലയിലാണ്. ഉഗ്രശബ്ദം കേട്ട അയൽവാസികൾ ഉണർന്ന് ലൈറ്റിടുകയും ശബ്ദം വെച്ചതുകൊണ്ടാണ് മോഷണശ്രമം അവസാനിപ്പിച്ച് രക്ഷപ്പെട്ടതെന്നും പറയുന്നു. ഇതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ ഭാഗങ്ങളിൽ വ്യാപകമായ കവർച്ച നടന്നിരുന്നു. വീട്ടുടമകളെ ബന്ധിച്ച് കവർച്ച നടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ഥാനമാനങ്ങൾ നഷ്ടമാവാതിരിക്കാൻ സാംസ്കാരിക പ്രവർത്തകർ അനീതിക്കെതിരെ പ്രതികരിക്കാൻ മടിക്കുകയാണെന്ന് UA ഖാദർ. നവോത്ഥാനം ത്രൈമാസിക പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എഞ്ചിനീയർ അബ്ദുറഹിമാൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അനീതിക്കെതിരെ പ്രതികരിക്കാൻ മടിക്കുകയാണെന്ന് UA ഖാദർ. നവോത്ഥാനം ത്രൈമാസിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറച്ചുപേർ മാത്രമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് ഇന്നത്തേത്. തലപോയാലും സത്യം തുറന്നു പറയാനുള്ള തന്റെ ഇടം ഉണ്ടാകണമെന്നും അനീതിക്കെതിരെ പറയാനുള്ള ആർജവം ഇല്ലാതായെന്നും അവനവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും UA ഖാദർ കൂട്ടിച്ചേർത്തു. ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണ എന്ന മുതൽ മിണ്ടാതിരിക്കുകയാണ് എന്നും അങ്ങനെ രാമനാരായണ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയും ചിലപ്പോൾ തക്കം കിട്ടുമ്പോൾ ആമയെ ചുടണമെങ്കിൽ മലർത്തി ചുടണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന അവരും ആ കൂട്ടത്തിൽ ഞാനില്ല. എഞ്ചിനീയർ അബ്ദുറഹിമാൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. നവോത്ഥാനം എഡിറ്റർ ഇൻ ചീഫ് PC ഭാസ്കരൻ അധ്യക്ഷം വഹിച്ചു. എഡിറ്റർ അബ്ദു ശിവപുരം, ഡോക്ടർ PK പോക്കർ, PK പാറക്കടവ്, BM സുഹറ, ഹമീദ് വാണിയമ്പലം, ഡോക്ടർ T അഹമ്മദ്, പ്രൊഫസർ TM രവീന്ദ്രൻ, ശ്രീനി പാലേരി, T നാരായണൻ, മാഹിൻ നേരോത്ത്, രാജൻ നരയംകുളം എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. മതേതരത്വമാണ് ഇന്ത്യയുടെ സംസ്കാരമെന്നും മതവും രാഷ്ട്രീയവും രണ്ടായി കാണണമെന്നും മന്ത്രി ആര്യാടൻ മുഹമ്മദ്. CMP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
CMP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കെ ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി ടൌൺഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മതേതര ഇന്ത്യ നേരിടുന്ന പുതിയ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മതങ്ങളെ ഉപയോഗിക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതിൽ നിന്ന് വിമുക്തമാവാൻ നമുക്ക് സാധിക്കണം. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ദൈവത്തിൽ ഏത് മതത്തിലും വിശ്വസിക്കും. നിർബന്ധിത മതപരിവർത്തനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ CMP ജില്ലാ സെക്രട്ടറി G. നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PS. ശ്രീധരൻപിള്ള, KT. കുഞ്ഞിക്കണ്ണൻ, TV. ബാലൻ, CVM. വാണിമേൽ, അസീം ജസ്ബി, CN. വിജയകൃഷ്ണൻ, അഷ്റഫ് മണക്കടവ്, KK. ചന്ദ്രഹാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വർഗീയ ശക്തികളെ എതിർക്കുന്ന കോൺഗ്രസിന്റെ സമീപനത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് CMP സംസ്ഥാന സെക്രട്ടറി പാട്യം രാജൻ. കെ ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികളെ എതിർക്കുന്ന കോൺഗ്രസിന്റെ സമീപനത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് CMP സംസ്ഥാന സെക്രട്ടറി പാട്യം രാജൻ അഭിപ്രായപ്പെട്ടു. രാജ്യം വർഗീയവാദികളിൽ നിന്ന് വെല്ലുവിളി നേരിടുമ്പോഴും കോൺഗ്രസിന് അത്തരക്കാരോട് മൃദു നിലപാടാണ്. ഇടതുപക്ഷ പുരോഗമന ശക്തികളുടെ ഐക്യം വളർത്തിയെടുത്താലേ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഭീഷണി നേരിടാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് CMP നേതൃത്വത്തിൽ നടന്ന കെ ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ CMP ജില്ലാ സെക്രട്ടറി K. സുരേഷ് അധ്യക്ഷം വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ, ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി K. ലോഹ്യ, PK. അബ്ദുൾ അസീസ്, N. സഗീഷ് ബാബു, M. ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള ബാഡ്മിന്റൺ ലീഗിന്റെ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. ഒക്ടോബറിൽ കോഴിക്കോട്ട് നടക്കുന്ന പ്രഥമ ജൂനിയർ കേരള ബാഡ്മിന്റൺ ലീഗിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 5 മുതൽ 9 വരെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രഥമ ജൂനിയർ കേരള ബാഡ്മിന്റൺ ലീഗിന്റെ ലോഗോ പ്രകാശനം ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ പ്രകാശനം നിർവഹിച്ചു. KBLനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ ബാഡ്മിന്റൺ ലീഗിന് കേന്ദ്ര കായിക മന്ത്രിയുടെ സാന്നിധ്യം ബാഡ്മിന്റൺ അസോസിയേഷന്റെ ഭാരവാഹികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാർക്ക് അവർക്കൊക്കെ പ്രൈസ് മണി 12 ലക്ഷം കിട്ടുന്നു എന്ന് പറഞ്ഞു. 12 ലക്ഷം ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സ്പോൺസർഷിപ്പിന് വേണ്ടിയും കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒളിമ്പ്യൻ V. ദിജു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് A. വത്സലൻ ബ്രോഷർ പ്രകാശനം ചെയ്തു. മുഖ്യ സ്പോൺസറായ ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സിന്റെ MD P. സുജിത് കുമാർ ഏറ്റുവാങ്ങി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി അധ്യക്ഷം വഹിച്ചു. DCC പ്രസിഡന്റ് KC അബു, ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് S. മുരളീധരൻ, ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് PM മുസമ്മിൽ എന്നിവർ സംസാരിച്ചു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകോത്സവം ആരംഭിച്ചു. ഈ മാസം 15 വരെ നീണ്ടുനിൽക്കുന്ന മേള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഡോക്ടർ MM ബഷീർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തക ശ്രുതി സുബ്രഹ്മണ്യന്റെ അടക്കം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 7 പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകോത്സവം ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ തുടങ്ങി. എഴുത്തുകാരൻ ഡോക്ടർ MM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ MR തമ്പാൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ T. പവിത്രം രചിച്ച ഭാഷാ കൌടില്യം
പാഠവും പഠനവും, രാഘവൻ അത്തോളിയുടെ കറുപ്പെഴുത്തുകൾ, KG ബിന്ദുവിന്റെ ഉറൂബ് അറിവ് നിറവ്, ഡോക്ടർ PA അബൂബക്കറിന്റെ വടക്കൻ മലയാളം, ശ്രുതി സുബ്രഹ്മണ്യന്റെ മോയിൻകുട്ടി വൈദ്യർ, അനിൽകുമാർ തിരുവോത്തിന്റെ സിനിമയും സാങ്കേതിക വിദ്യയും, S കൃഷ്ണകുമാറിന്റെ PM ബക്കർ എന്നീ പുസ്തകങ്ങൾ ഡോക്ടർ MM ബഷീർ, ഡോക്ടർ രാഘവൻ പയ്യനാട്, ദീദി ദാമോദർ എന്നിവർ പ്രകാശനം ചെയ്തു. ഡോക്ടർ AC ശ്രീഹരി, ഡോക്ടർ KP രവി, KS വെങ്കടാചലം, ഡോക്ടർ TA അബ്ദുൾ മജീദ്, യാസർ ഗുരുക്കൾ, AP കുഞ്ഞാമു, ചെലവൂർ വേണു എന്നിവർ പുസ്തകങ്ങൾ സ്വീകരിച്ചു. വർഗീസ് തോട്ടക്കാട്, അസിസ്റ്റന്റ് ഡയറക്ടർ S കൃഷ്ണകുമാർ, MP ബീന എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ വർഗീയ ഫാസിസ്റ്റ് ദുർഭരണത്തിനെതിരെയും സംഘടിത മുന്നേറ്റം ആവശ്യമാണെന്ന് KPCC സെക്രട്ടറി K ജയന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കൺവെൻഷൻ അരക്കിണറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കൺവെൻഷൻ അനുഗ്രഹ ഓഡിറ്റോറിയത്തിലാണ് ചേർന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബേപ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും വോട്ട് ചേർക്കലും സംഘടന ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ വർഗീയ ഫാസിസ്റ്റ് ദുർഭരണത്തിനെതിരെയും കോഴിക്കോട് കോർപ്പറേഷന്റെ ദുർഭരണത്തിനെതിരെയും കൺവെൻഷനിൽ പ്രതിഷേധമുയർന്നു. കേരള സർക്കാരിന്റെ 4 വർഷത്തെ ജനോപകാരപ്രദമായ കരുതൽ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് KPCC സെക്രട്ടറി K ജയന്ത് ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് P മാധവദാസ് അധ്യക്ഷനായിരുന്നു. P ശശിധരൻ, DCC സെക്രട്ടറിമാരായ റഫീഖ് അഹമ്മദ്, രമേശ് നമ്പ്യത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രബനീഷ് കൊമടത്ത്, P രാമകൃഷ്ണൻ, VP ബഷീർ, M ഗീത, AM അനിൽകുമാർ, K വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. മർക്കസ് കാർഷിക പദ്ധതിയായ മസ്ര സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ ഓഗസ്റ്റ് 14 ഉദ്ഘാടനം ചെയ്യും. കാരന്തൂർ മർക്കസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. ഇതോടനുബന്ധിച്ച് ഈ മാസം 13 മുതൽ 17 വരെ മർക്കസ് പ്രധാന ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന പഞ്ചദിന സഹവാസ കാർഷിക ശില്പശാലയിൽ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 120 വിദ്യാർത്ഥികൾ മാസ്റ്റർ ട്രെയിനർമാരാകുമെന്ന് മർക്കസ് ഫാം ഓഫീസർ മുഹമ്മദ് മുസ്താനി, NSS കോർഡിനേറ്റർ ഫസലുൽ ഹക്ക് മാസ്റ്റർ തുടങ്ങിയവർ പറഞ്ഞു. സംസ്ഥാന കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 13 രാവിലെ 10 മണിക്ക് കേര കർഷകരുടെ സംഗമം കോഴിക്കോട് രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി BP റഷീദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെളിച്ചെണ്ണ ഇറക്കുമതി കേന്ദ്ര സർക്കാർ തടഞ്ഞില്ലെങ്കിൽ സമാന കേര കർഷക സംഘടനകളുമായി കൂടിയാലോചിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 4000 ക്ഷീരസഹകരണ സംഘങ്ങളിലെ 11,000 ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞതായി ക്ഷീരസഹകരണ ജീവനക്കാരുടെ സംയുക്ത സമരസമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ജീവനക്കാർ പെരിങ്ങളം മിൽമ മേഖലാ ഓഫീസിലേക്ക് മാർച്ചും കൂട്ടധർണയും നടത്തും. കുന്നമംഗലത്ത് കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് AITUC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് J ഉദയഭാനു. AITUC നേതൃത്വത്തിലുള്ള രാപ്പകൽ സത്യാഗ്രഹത്തിന് തുടക്കമായി. ഹിന്ദി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വിനിമയ ഭാഷയാണെന്ന് ഡോക്ടർ സുനിത ദേവി യാദവ്. രാജ്യഭാഷാ സെമിനാർ കോഴിക്കോട്ട്. കാർഷിക മേഖലയിൽ ഒത്തൊരുമ ഇല്ലാത്തതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് MT പത്മ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Malabar Gold and Diamonds. Celebrate the beauty of life.